കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ് തണുത്ത വെള്ളം കുടിക്കരുത്, തണുത്ത വെള്ളം കുടിച്ചാൽ ജലദോഷം വരും അല്ലേ. ഇതൊരു സത്യമല്ലേ, നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. പലരും എപ്പോഴും കുടിക്കാറുണ്ടായിരിക്കില്ല. സത്യത്തിൽ നമ്മുടെ ജലദോഷം ഉണ്ടാക്കുന്ന ഈ തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഷേക്കുകളൊക്കെ ആണോ? നമുക്ക് ജലദോഷം വരാനുള്ള മോസ്റ്റ് ഓഫ് ദ റീസൺ 90% കേസിലും റൈനോ വൈറസ് കാരണമാണ് നമുക്ക് ജലദോഷം വരുന്നത്. എന്തെങ്കിലും വൈറസോ ബാക്ടീരിയയോ കാരണമാണ് മോസ്റ്റ്ലി എല്ലാവർക്കും ജലദോഷം വരുന്നത്. അല്ലാതെ തണുത്ത വെള്ളം അല്ല യഥാർത്ഥത്തിലുള്ളൊരു വില്ലൻ. ഇനി തണുത്ത വെള്ളം കുടിച്ചാൽ പ്രശ്നം ഉണ്ടാകുമോ? ഒരു പക്ഷേ നമ്മുടെ വെള്ളം പ്യൂരിറ്റി അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ജലദോഷം വരാം. അല്ലാതെ തണുത്ത വെള്ളമല്ല എല്ലാ കേസസിലെയും വില്ലൻ. അഫ്കോഴ്സ് തിളപ്പിച്ച വെള്ളത്തിൽ എക്സ്പോഷർ കുറവായിരിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും കീടാണുക്കളുണ്ടെങ്കിൽ അത് മരിച്ചു പോകും തിളപ്പിക്കുമ്പോൾ. സോ അതുകൊണ്ട് എപ്പോഴും കുറച്ചും കൂടെ ബെറ്റർ ആണ് തിളപ്പിച്ച വെള്ളം എന്ന് വെച്ചിട്ട് ഒരിക്കലും തണുത്ത വെള്ളം കൊടുക്കരുത്, തണുത്ത വെള്ളം കുടിച്ചാൽ ജലദോഷം വരും എന്നൊരു മിസ്കൺസെപ്ഷൻ, ആ ഒരു ഐഡിയ നമ്മൾ ആർക്കും പ്രൊമോട്ട് ചെയ്യരുത്. യഥാർത്ഥത്തിൽ വില്ലൻ തണുത്ത വെള്ളമല്ല, ബാക്ടീരിയയും വൈറസുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അലർജി ഉള്ളവർക്ക് അല്ലെങ്കിൽ ആസ്മയൊക്കെ പോലുള്ളവരോട് ചൂടുവെള്ളം കൂടുതൽ പ്രിഫർ ചെയ്യാൻ? അവർക്ക് പൊതുവേ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, രോഗപ്രതിരോധശേഷി കുറവായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് വീണ്ടും എക്സ്പോഷർ വരണ്ട, ബോയിൽഡ് വാട്ടർ കുറച്ചും കൂടെ സേഫ് ആണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് മോസ്റ്റ്ലി ആസ്മ കംപ്ലയിൻസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അലർജി കംപ്ലയിൻസ് ഒക്കെ ഉള്ളവർക്ക് ചൂടുവെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ബോയിൽഡ് വാട്ടർ സജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ കേസസിലും തണുത്ത വെള്ളം ഒരു വില്ലനല്ല.